ഞാൻ കോഴിക്കോട് രാമനാട്ടുകരയിൽ ഒരു വഴുതിന് പോയി. ഒരു ഉപ്പ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളാ വഴുത് പറയണ ഉസ്താദല്ലേ? ഇപ്പൊ മോനെ ഉസ്താദെ, ഒരു വസീയത്തുണ്ട്. അയാൾ എന്നോട് പറഞ്ഞൊരു വസീയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. സുബഹിക്ക് 4:30 പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി സുബഹി നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറച്ച് ദിക്റും ദുആ ഒക്കെ പറഞ്ഞിട്ട് ഈ സാധു വീട്ടിലേക്ക് തിരിച്ചു വന്നു. നേരെ വീട്ടിൽ വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ ഒരു ഗ്ലാസ് ചായ തരാൻ. ഭാര്യ പറഞ്ഞ മറുപടി, ഞാൻ മജ്ലിസിലിരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തന്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിച്ച് വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോ ഭാര്യ പറയാ, ഞാൻ മജ്ലിസിലിരുന്ന് വഴുത് കെട്ടോണ്ടിരിക്കുകയാണ്. അതെന്ത് വഴുതാ താത്താമാരെ? നിന്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വഴുത് കെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, എല്ലാരും ഫർദയും ഹിജാബ് വിട്ട് അദബോടുകൂടി മര്യാദയോടുകൂടി നിങ്ങൾ ഇരുന്ന് വഴുത് കേൾക്കുന്നു. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ഇപ്പൊ ഇരുന്ന് കേൾക്കുന്ന പോലാണോ ഇവര് വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നത്? അത് എന്റെ വഴുതാണെങ്കിലും കേൾക്കരുത്, ആരുടെ വഴുതാണെങ്കിലും അത് നിനക്ക് സമാധാനത്തോടുകൂടി അദബും മര്യാദയോടുകൂടി ഇരുന്ന് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേട്ടാ മതി. താത്ത കേട്ടാ മാത്രം പോരാ, കേട്ടത് ചെയ്യണം.